അമർനാഥ് തീർത്ഥാടകർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. അമർനാഥ് യാത്രയെ ലക്ഷ്യമിട്ട് ഭീകരർ ആസൂത്രണം ചെയ്ത വലിയ ആക്രമണ പദ്ധതി ഇന്ത്യൻ സുരക്ഷാ സേന തകർത്തിരിക്കുന്നു. ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ശക്തമായ ഏറ്റുമുട്ടലിൽ പാക് അനുകൂല ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ മുതിർന്ന കമാൻഡറെയാണ് വധിച്ചത്. രാജ്യത്തെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന പാത, അവിടെ വലിയ തോതിലുള്ള അട്ടിമറി ലക്ഷ്യമിട്ട് ഭീകരർ പലയിടങ്ങളിലായി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീർ പോലീസും ഒപ്പം സൈന്യവും സംയുക്തമായി പ്രദേശം വളഞ്ഞ് തിരച്ചിൽ ആരംഭിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തതോടെ തിരച്ചിൽ വലിയ ഏറ്റുമുട്ടലേക്ക് വഴിമാറി. കൊല്ലപ്പെട്ട ഭീകരനിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത റൈഫിളുകൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിൽ പഹൽഗാം മേഖലയിൽ ഉണ്ടായ ഭീകര ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ അമർനാഥ് യാത്രയ്ക്ക് അഭൂതപൂർവമായ സുരക്ഷാ വലയമാണ് രാജ്യം ഒരുക്കിയിരിക്കുന്നത്. 50,000-ഓളം കേന്ദ്ര സായുധ സുരക്ഷാ സേനാംഗങ്ങളെയാണ് തീർത്ഥാടന പാതയിലെ പ്രധാന താവളങ്ങളായ പഹൽഗാമിലും ബാൽത്താലിലും വിന്യസിച്ചിട്ടുള്ളത്. തീർത്ഥാടകരുടെ യാത്രാ വാഹനങ്ങൾക്ക് അത്യാധുനിക ഡ്രോണുകൾ വഴിയും ജാമറുകൾ വഴിയും വ്യോമ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകര ആക്രമണ ഭീഷണികൾക്കിടയിലും 4 ലക്ഷത്തിലധികം ഭക്തർ ഇതിനകം ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനെ കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സുരക്ഷാ സേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ ലക്ഷ്യമിട്ട വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെയും ഒപ്പം സൈന്യത്തിന്റെയും ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രത്തിൽ ഒന്ന് എന്ന് അമർനാഥിനെ പറയാം. അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 145 കിലോമീറ്റർ അകലെ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. മഞ്ഞിൽ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം ഭക്തരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്ന ഒന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3888 അടി ഉയരത്തിൽ 150 അടി ഉയരവും 90 അടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിത ക്ഷേത്രമാണ് അമർനാഥിലേത്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷാരംഭത്തോടെ രൂപം കൊള്ളുന്ന ഹിമലിംഗം പൗർണമി നാളിൽ പൂർണ്ണ രൂപത്തിലെത്തും. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണ മാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് വിശ്വാസം. ഒരിക്കലൊരു ആട്ടടയൻ യാദൃശ്ചികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു അത്ര. അവിടെ കണ്ടുമുട്ടിയ ഒരു മുനി ആട്ടടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകി. വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടടയൻ മുനിശ്രേഷ്ഠന് പകരം കണ്ടത് മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ്. ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണ് എന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ അമർനാഥിൽ ഭക്തർ എത്തി തുടങ്ങി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.